ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. ഞങ്ങൾ വെളുപ്പിനെ വീട്ടിൽ നിന്നിറങ്ങിയാണ്. വൈഫിനൊരു PSC ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കോട്ടയം പുതുപ്പള്ളിയിലായിരുന്നു. അപ്പോൾ രാവിലെ 7:15 തുടങ്ങി 9:15 ആയപ്പോഴേക്കും അത് കഴിഞ്ഞു. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളെന്നാൽ വീട്ടിലോട്ട് പോകണം, ഇനി വേറെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞ് ആലോചിച്ചിരുന്നത്. ഇപ്പോൾ നല്ല മഴ, എന്തായാലും ഒന്ന് വാഗമൺ വരെ ഒന്ന് പോകാമെന്ന് വെച്ചു. ഈ മഴയത്ത് വാഗമണ്ണ് ഒരു രസമല്ലേ, എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്തായാലും നമ്മുടെ ആൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. മോൻ പുറകിലിരിപ്പുണ്ട്. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല അടിപ്പം മഴയാണ് കേട്ടോ. എന്തായാലും അവിടം വരെ എത്തുമെന്നുള്ളത് അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. മഴ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് വൈൻഡപ്പും ചെയ്യും. എന്തായാലും പോയി നോക്കാം. നമ്മൾ വാഗമൺ എത്തിയിരിക്കുകയാണ്. എന്തായാലും ചെറിയ ചാറ്റമഴയുണ്ട്. ചാറ്റമഴയെന്ന് പറയാനും പറ്റത്തില്ല, ചെറിയ ചെറിയ രീതിയിലുള്ള മഴകളാണ്. എന്തായാലും ഇവിടെ ഞങ്ങൾ എത്തി, വലിയ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഒരു സിപ്പ് ലൈൻ കണ്ടായിരുന്നു. സിപ്പ് ലൈൻ എന്നുവെച്ചാൽ വാഗമണിലെ എക്കയിലും വലിയ സിപ്പ് ലൈനാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ കയറാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും പെർ ഹെഡ് 600 രൂപയാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് മഴയൊക്കെ ഉള്ളത് കാരണം ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ചിലപ്പോൾ ഞങ്ങൾ കയറത്തില്ല. ഞങ്ങൾ പിന്നെ അടുത്ത ഞങ്ങൾ തങ്ങൾപ്പാറയിലോട്ടും പൈൻ വാലിയിലോട്ടും ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലാണ്. എന്തായാലും ഇവിടം വരെ എത്തി. ഈ മഴയത്ത് ഇവിടെ വാഗമൺ വരിക എന്ന് പറഞ്ഞാൽ ഒരു വൈബ് തന്നെ, ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കിട്ടാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഞങ്ങൾ ഈരാറ്റുപേട്ട വഴിയാണ് വന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് ഞങ്ങൾ 2 ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പതിയെ ഇവിടെ നിന്ന് കഴിച്ചിട്ടിന് ബാക്കി ഫ്രണ്ടിലോട്ട് പോകാമെന്ന് വെച്ചു. ഇനിയിപ്പം
ആ ഇവിടെ എപ്പോൾ വന്നാലും ഉണ്ടല്ലോ അടിപൊളി കാറ്റായിരിക്കും, ഒരു രക്ഷയില്ല. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റായിരിക്കും. അത് ഏത് കാലാവസ്ഥയിൽ വന്നാലും നല്ല കാറ്റായിരിക്കും. ഏടാ ഇതുണ്ട്, ഇവിടെ കുറച്ച് പുഴുവുണ്ടോ, ഭയങ്കര വലിയ പുഴുകളാണ്. ഇത് കണ്ട, നോക്കി നല്ല 8ന്റെ പണി കിട്ടും. അതിൻ്റെ ചെറുതൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഈ കല്ലിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇത് കണ്ടോ, അവിടെയൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ ഇഗ്നീസ് ഓഫ് റോഡ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും ഒന്ന് നോക്കട്ടാ, ഏതോ നോക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി. അടി തട്ടുമെന്നാ ഞാൻ വിചാരിച്ച, നടന്നില്ല. കേറ്, ബാ വാ. ഇപ്പം നമ്മൾ വാഗമൺ ഒരു വ്യൂ പോയിൻ്റാണ്. നല്ല അടിപൊളി ഏരിയ ആണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ സിപ്പ് ലൈനിൻ്റെ അവിടെ ദാ ഒരു ഭാഗത്താണ് സിപ്പ് ലൈൻ ഉള്ളത്. ഇവിടെ വാഗമണിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ മഴ കാരണം ഇന്ന് ഓപ്പൺ ആയിരിക്കുകയല്ല കേട്ടോ. എന്തായാലും നല്ല മഴയാണ്, മഴ മാറിയും പിന്നെ പെയ്തു അങ്ങനെ നിൽക്കുക. ഇടയ്ക്ക് നല്ല അടിപൊളി കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്, നല്ല സൂപ്പറാണ്. നല്ല ഈ ഒരു ടൈമിൽ വന്ന് കാണണം, അടിപൊളിയാണ്. കണ്ട എത്ര പെട്ടെന്ന് അങ്ങ് കോട ഇറങ്ങണത്, അതേപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കോട മാറുകയും ചെയ്യും അല്ലേ? ആ മരം കണ്ടാടാ, നല്ല രസമുണ്ടല്ലേ? ഇത് കണ്ട ഇപ്പൊ റോഡ് കാണാൻ പറ്റണില്ല, എന്തായാലും കിടുക്കാച്ചിയാണ്. ഇതൊക്കെ ഈ ഒരു ടൈമിന് ഡിസംബറിൽ ജനുവരിയിലൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഈ മഴ ടൈമിന് തന്നെ വന്നം. പെട്ടെന്നങ്ങ് കോട കയറും, പെട്ടെന്നങ്ങ് കോട ഇറങ്ങും, നല്ല രസമാണ്. ഹായ്, ബൈക്കൊക്കെ വന്നു. പൈൻ വാലിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്ത് നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററോളം നമ്മൾ നടക്കാനുണ്ട്. നടന്ന് ചെന്നിട്ട് പൈൻ വാലി ഒന്ന് കണ്ടിട്ട് വരാം.
എന്തായാലും ഇപ്പം മഴയൊന്നുമില്ല. മഴയുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചിങ്ങനെ പോരും. എന്താ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, എന്നാൽ പോലും ബുദ്ധിമുട്ടാണ്. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. ബാ ബാ പെട്ടെന്ന് നടന്നു വാ. ഇപ്പം മഴയില്ലാത്തപ്പോൾ നമുക്ക് അവിടം വരെ ഒന്ന് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. ഏതാ അപ്പം നമുക്ക് ഈ വഴിക്കാ പോകണ്ട. ഏതാ? 2 എണ്ണത്തിന് 30 രൂപ. പൈനാപ്പിളാ? എന്താ അടക്കാൻ പോണ? ആളില്ലല്ലേ? മഴയില്ലായിരുന്നാ? രാവിലെ തൊട്ട് മഴയില്ലേ? നമുക്ക് പൈനാപ്പിൾ മതിയാ? പൈനാപ്പിൾ പോലെ ഇല്ല, അത് മുളക് പുറത്ത് കാണുന്നുള്ളൂ. വേണമെങ്കിൽ അതിന് ഇട്ട് കൊടുക്കാം. അതൊരു മാങ്ങ 30 അല്ലേ? അടുത്ത വീട്ടിലെങ്ങാനും പോകാൻ നോക്കി. തണുപ്പും പിടിച്ചു. തണുപ്പുണ്ട് അല്ലേ? മഴ രാവിലെ വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥ, അതുകൊണ്ടാണ് വന്ന് തുറന്നത്. ഞങ്ങള് കോട്ടയത്ത് നിന്ന് ഈരാറ്റുപേട്ട വരെ നല്ല കിടിലൻ മഴയായിരുന്നു. അത് കഴിയുമ്പോ ഒരു മഴ അടിച്ച മഴയാണ്. അത് മതിയല്ലോ അല്ലേ? വേണ്ട വേണ്ട, പൊടിയിട്ട് അത്ര ഞങ്ങൾക്ക് ശീലമില്ലാത്ത, വയറ് പ്രശ്നമായി കഴിഞ്ഞാൽ പണിയാ. ബാ, നല്ല പൈനാപ്പിളാട്ടോ. ഇവിടെ ഒത്തിരി കടകളുണ്ട്. അപ്പം ഇന്നിപ്പം മഴയൊക്കെ ആയത് കാരണം ആൾ തീരെ കുറവായത് കാരണം അവർ തണുപ്പൊക്കെ അടിച്ച് ഇവിടെ നിൽക്കാൻ പാടില്ലാത്ത കാരണം അവർ അടച്ചു പോവുകയാണ്. അവർ ഭയങ്കര സങ്കടത്തോടു കൂടി പറയണം. എന്നാലും ഞങ്ങളൊന്ന് നടന്നു നോക്കട്ടെ. ആണോ? കിട്ടില്ല സാധനം. ആണോ ടിക്കറ്റ്? ഒരാൾക്കല്ലേ? 3 പേര്. ബാ, എൻ്റെ പൊന്നെ, അതാ വീഡിയോയിൽ കിട്ടുമത്. തെന്നുവെന്ന് പറഞ്ഞത് തെണ്ടിന്നായി പോയി. എന്ത് പറയാനാ, ഞങ്ങളുടെ കുടുംബ മഹിമ ഇതാ. ഇപ്പം നമ്മൾ പൈൻ വാലിയിൽ വന്നിരിക്കുകയാണ്. എന്താ ഒരു രസം, അടിപൊളിയാണ് കേട്ടോ. മഴക്കാലത്ത് ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിങ്ങനെ തെന്നാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം പണ്ട് ഇവിടെ കല്ലിങ്ങനെ പാകിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പരന്നിട്ടുള്ള ടൈല് പോലത്തെ കല്ലുകളാണ് ഇട്ടിരിക്കണം. അത് കാരണം നമുക്ക് നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഫോറസ്റ്റുകാർ ഇപ്പോൾ ടിക്കറ്റൊക്കെ ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ബാത്റൂം സൗകര്യം, വാഷ്റൂമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ട് ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നതാണ്. പിന്നെ ഇങ്ങോട്ട് നടക്കേണ്ട കാരണം നമ്മൾ വരാറില്ല. വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വാഗമണ്ണ് നമ്മൾ വരാറുണ്ടെങ്കിൽ പോലും ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ വരാറില്ല. മൊട്ടക്കുന്ന്, തങ്ങൾപ്പാറ, അങ്ങനെയുള്ള ഓരോ സ്ഥലത്തൊക്കെ വന്നിങ്ങനെ കുട്ടിക്കാനം വഴിയൊക്കെ നമ്മളങ്ങ് പോകാറാണ് പതിവ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഇവർക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞ കാരണം നമ്മളിപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നതാണ്. എന്തായാലും സൂപ്പറാണ് കേട്ടോ. ഏടെ നല്ല കാറ്റിൻ്റെ സൗണ്ടാണ് കേട്ടോ. നമ്മൾ ഓർക്കും മഴ അങ്ങ് എരമ്പിച്ചിങ്ങനെ വരുവാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ മഴയല്ല, നല്ല കാറ്റിൻ്റെ ഒച്ചയാണ്. ഇപ്പം നമ്മൾ ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകണ ഒരൊച്ച, അതേപോലെ ഈ കാറ്റടിക്കണതിൻ്റെ ഒരൊച്ച, എല്ലാം കൊണ്ടും നല്ല മനോഹരം. നമ്മൾ പെട്ടെന്ന് നമ്മൾ പേടിച്ചു ഇപ്പം മഴ ഇങ്ങനെ വരുവാന്ന് നമ്മൾ വിചാരിക്കുന്നത്. എന്നാലും പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. ഇത് ശരിക്കും ബ്രിട്ടീഷുകാരായിട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഇവിടെ നമ്മൾ ഒത്തിരി സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സിനിമ നമുക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും കൂടിയാണിത്. വളരെ മനോഹരം.
അങ്ങനെ ഞങ്ങൾ പൈൻ വാലി പോയി ഞങ്ങൾ തിരിച്ചു വരിക. നല്ല കാറ്റ്, ഇതിനിടയ്ക്ക് മഴയൊക്കെ വന്നിട്ട് ഇതേണ്ട മൊത്തം നനഞ്ഞ്. 2 കോട്ടുണ്ടായിരുന്നു, ഒരെണ്ണം അവനും ഒരെണ്ണം ഇവർ രണ്ടുപേരും കൂടി അത് എടുത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾ പതിയെ അങ്ങോട്ട് റൈഡ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പോവാണ്. ഇന്ന സ്ഥലമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ എന്തായാലും യാത്ര ചെയ്തങ്ങ് പോകാൻ പോവുകയാണ്. എന്തായാലും സ്ഥലങ്ങളിങ്ങനെ കണ്ടങ്ങ് പോവാം. മഴയായത് കാരണം എങ്ങും ഇറങ്ങലൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മഴയത്ത് കപ്പലിൻ്റെ കഴിച്ചില്ല പിന്നെ എന്തുവാ അല്ലേ? ആ അത് ഇടിച്ച ഒരുത്തൻ കിടന്ന് ഓർഡർ ഉണ്ടാക്കി, എന്താ ചെയ്യുക. ഇപ്പം ഞങ്ങളിപ്പോൾ അവിടെ നല്ല മഴയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നത്. ഞാൻ മൊത്തം നനഞ്ഞ് ആകെ നാശമായി. എൻ്റെ ഷൂ ഒക്കെ നനഞ്ഞ് ആകെ വയ്യാതായിരുന്നു. ഇതുണ്ട് എൻ്റെ ഷൂ ഒക്കെ നനഞ്ഞ്. ഇപ്പോൾ ഇവിടെ നല്ല വെയിൽ. ഇവിടെ ഒരാൾ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക, ആകെ വിഷമിച്ചിരിക്കുക. റീൽ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, ആകെ പ്രശ്നമാണ്. ബാ, നമ്മൾ സമയം കളയണ്ട, അടുത്ത എവിടെയെങ്കിലും. ഞങ്ങൾ ഇവിടെ വന്നിട്ട് മഴയോട് മഴയാണ്, ഒരു രക്ഷയില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ തോർന്ന് കിട്ടും, ഒരു കുഴപ്പമില്ല. ഇതുണ്ടല്ലോ അടിപൊളി കോടകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ, നല്ല രസമുണ്ട്. ഞങ്ങളിപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ വന്ന് കുറച്ച് ഫോട്ടോസും റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വീണ്ടും മഴ പെയ്ത് ആകെ പ്രശ്നമായി. അപ്പോൾ തങ്ങപ്പാറ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നതാണ്. എന്തായാലും അങ്ങോട്ട് ഇനി പോകുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പാറയിൽ കയറുമ്പോൾ വഴുക്കലുണ്ടാവുമെന്നാണ് പറയണത്. എന്തായാലും ഞാൻ പോകണില്ല. ഞങ്ങൾ ഇനി എന്തായാലും കുട്ടിക്കാനത്ത് എന്നിട്ട് കോട്ടയം വഴി ഞങ്ങൾ എന്തായാലും വൈക്കത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും പതിയെ ഇരുണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും നോക്കട്ടെ. ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു തേയിലത്തോട്ടത്തിൽ ഞങ്ങൾ നിർത്തിയതാണ് കേട്ടോ. നിർത്തി കുറച്ചങ്ങ് മാറി ഞങ്ങൾ റീലൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ ഇടിച്ചു കുത്തി ഒരു മഴ ഇങ്ങനെ വന്ന് അവിടെ നിന്ന് ഓടി. ഞങ്ങൾ മൊത്തം നനഞ്ഞ് ഓടി ഇതേ വണ്ടിയെ വന്ന് കയറിയ സീനാണ്. ഒരു രക്ഷയില്ല, മൊത്തം ഇരുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ ഇവിടെ കാലാവസ്ഥ ശരിയല്ല. എന്തായാലും അടിപൊളിയായിരുന്നു. കാരണം നമുക്കിപ്പോൾ ഒരുപാട് സ്ഥലത്തോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മളിങ്ങനെ നടക്കുക, നല്ല രസമാണ്. ഈ മഞ്ഞും ഈ മഴയും ആ തണുപ്പും ഒക്കെ അടിച്ച് ഒരു വല്ലാത്തൊരു സുഖം തന്നെ. ഇത് നമ്മളൊരു വേനൽക്കാലത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു നല്ലൊരു അനുഭവം. അത് അടിപൊളിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ല, ഞങ്ങൾ കഴിഞ്ഞ ജൂലൈയിൽ ഇതേപോലെ വന്നതാണ്. അപ്പോൾ അന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പിള്ളേരല്ലേ, അവർ പനിയൊക്കെ അടിച്ച് ആകെ ഇടങ്ങാറായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകുമല്ലോ, അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ പ്രശ്നമാകുന്ന കാരണം ഞങ്ങൾ തിരിച്ചു പോവുക. എന്തായാലും ഇന്നിപ്പോൾ ഞങ്ങൾ നനഞ്ഞ്, ഞാനിപ്പോൾ ഓൾറെഡി ഫുള്ള് നനഞ്ഞ്, ഇവരൊക്കെ നനഞ്ഞിരിക്കുവാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ കുട്ടിക്കാനം വഴി ഞങ്ങൾ പോകാനാണ് ഇരിക്കുന്നത്. എന്തായാലും പോണ വഴി നോക്കട്ടെ, കാലാവസ്ഥ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് ഈരാറ്റുപേട്ട വഴി തന്നെ ഞങ്ങൾ പോകുന്നതായിരിക്കും. ഒരു ചായ, ഒരു കാപ്പി, ചായയിൽ ഒന്നും വിട്ടോട്ട്. അപ്പോൾ ഒരു 3 ഓംലേറ്റ് ഉണ്ട്. ബ്രെഡ് ഓംലേറ്റ് ആണോ അതോ സാധാ ഓംലേറ്റ് ആണോ? ബ്രെഡ് ഓംലേറ്റ് എടുത്താണ്. ചൂട് ബ്രെഡ് ഓംലേറ്റ് ആണ് കേട്ടോ. ഇതും കഴിച്ച് ചായയും കുടിച്ച് ഞങ്ങൾ പതിയനെ ഇവിടുന്ന് സ്ഥലം വിടാൻ പോവാം. എന്നെ പൊള്ളിപ്പോയി. അത്ര ചൂടുള്ള സാധനമല്ലേ, പതിയനെ നോക്കിയിട്ട് വേണ്ട എടുത്ത് കഴിക്കാൻ. അപ്പോൾ ഏകദേശം സമയം 6 മണിയായിട്ടുണ്ട്. മൊത്തം ഇരുട്ടായിരുന്നു, നന്നായിട്ട് ഇരുണ്ട് കൂടി. പിന്നെ നമുക്കൊരു സുഖം വന്നില്ല പിന്നെ നിൽക്കാനായിട്ട്. എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പം ചെറുതായിട്ടൊന്ന് തെളിഞ്ഞിരിക്കണം.
ആ തെളിഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല വ്യൂ ആണ്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഒരു സൈഡ് ഇങ്ങനെ കോട ഇങ്ങനെ പോകുന്നു, ഒരു സൈഡ് നല്ല തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. എന്തായാലും സൂപ്പറാണ്. കാരണം ഇത് ഈ ഒരു കാലാവസ്ഥയിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവർക്കൊക്കെ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി ചായയും ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ കഴിച്ച് ഇനിയിപ്പോൾ പതിയെ നാട്ടിലോട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. മുള്ളായിരുന്നു കേട്ടോ, കയ്യെ കയറി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. എന്തായാലും നമുക്കിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ എത്താനായിട്ട് 85 കിലോമീറ്ററോളമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും വരാം. ഞങ്ങൾ ഒരുപാട് സമയം ഞങ്ങൾ വന്ന് ചിലവഴിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് വാഗമൺ. എനിക്ക് എത്ര വന്നാലും എനിക്ക് കൊതി തീരാത്തൊരു സ്ഥലമാണ്. അത്രയ്ക്ക് നല്ല അടിപൊളി ഇതിൻ്റെ ആ കാലാവസ്ഥയും എന്താണ് വാഗമൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനിയും വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.